ജോൺ 6:53-58. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 53 തൊട്ട് 58 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവിൻ്റെ രക്തത്തിൻ്റെ മഹത്വം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രക്തത്തിൽ നമ്മൾ കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കപ്പെട്ടവരായി മാറുന്നു. ദിനം പ്രതിയുള്ള ദൈവവചനം നമ്മുടെ മേൽ വന്ന് വീഴുമ്പം നമ്മുടെ മേലെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലെയൊക്കെ ദൈവത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. കർത്താവിനൊരു വിശ്വസ്തതയുണ്ട്. നമ്മൾ അവനെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ അവൻ്റെ സ്നേഹം നമ്മുടെ മേൽ വീഴും. നമ്മൾ അറിയുന്നില്ല, നമ്മുടെ തലമുറകളിൽ അത് ചെന്ന് വീഴും. നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനയോട് കൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ദൈവത്തിൽ സന്തോഷിക്കുന്നത്. നമ്മുടെ തലമുറകൾക്ക് മുമ്പുള്ളവർ ദൈവത്തെ, അവർക്ക് ബലഹീനതകളുണ്ട്, പക്ഷെ അവർ ദൈവത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസത്തിൻ്റെ കാതലാണ് നമ്മളെ ഇപ്പം നിർത്തുന്നത്. എന്നാൽ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത തലമുറകൾക്ക് അത് അനുഗ്രഹമാകും. കർത്താവ് വചനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ നന്മ ചെയ്താൽ 1000 തലമുറ വരെയും, തിന്മ 3 അല്ലെ 4 തലമുറ വരെ ചോദിക്കത്തുള്ളൂ. അത്ര സ്നേഹിക്കുന്ന ഒരു ദൈവം. തിന്മ ചെയ്യാതിരിക്കണം എന്ന് ആഗ്രഹിക്കുക. ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ മനുഷ്യരിലെല്ലാം തിന്മയുടെ ഒരു സ്വഭാവമുണ്ട്. അത് ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാണ്. ഈ ഏദൻ തോട്ടത്തിലെ പാപത്തിൻ്റെ ഇഫക്റ്റ് കണ്ട് നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് മാറി ആത്മാവില്ലാത്തവരായി മാറി. എന്നാൽ ഈ ആത്മാവ്, പരിശുദ്ധാത്മാവിനെ തിരിച്ചു തരാൻ വേണ്ടി ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. ക്രിസ്തു ക്രൂശുമരണേറ്റപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു കാര്യം, മരിച്ചു ഉയർത്തെഴുന്നേറ്റപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ടാരി ഇൻ ജെറുസലേം അൺടിൽ യു റിസീവ് പവർ ഫ്രം അബവ്. അതായത് നിങ്ങൾ യെരുശലേമിൽ പോയി പ്രാർത്ഥിപ്പിൻ, മുകളിൽ നിന്ന് ശക്തി ലഭിക്കുവാണ്. അപ്പം മുകളിൽ നിന്നുള്ള ശക്തി ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണം. അപ്പോൾ ക്രിസ്തു വ്യക്തമായിട്ടും ശിഷ്യന്മാരോട് അനുസരിക്കാൻ പറഞ്ഞു. അവരങ്ങനെ തന്നെ മർക്കോസിൻ്റെ മാളികയിൽ അവർ ഒന്നിച്ച് കൂടിയിരുന്നു. അങ്ങനെ പെന്തക്കോസ്തി ദിവസത്തിൽ കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് എല്ലാ ശിഷ്യന്മാരും, അവിടെ ഇരുന്ന മാതാവ് ഉൾപ്പെടെ 120 പേരിരുന്നവരുടെ മേൽ പിളർന്ന നാവ് പോലെ അഗ്നിനാവായിട്ട് അവരുടെ മേൽ വന്ന് അവരെല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയും അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു. ഭാഷ കേൾക്കുന്നവർക്കെല്ലാം അവർക്ക് മനസ്സിലാകത്തക്ക ഭാഷയായിട്ടത് ദൈവം തന്നെ അത് തർജ്ജമ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത്, കർത്താവിൻ്റെ ആത്മാവ് വരുമ്പോൾ നമുക്കൊരു പുതിയ സൃഷ്ടിയുടെ ഒരു അനുഭവമാണ്. അപ്പം ദൈവം, കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ടും 6-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ മെയിൻ ലൈൻ ചർച്ചസ് എല്ലാം ഇതാണ് എപ്പോഴും ചൊല്ലും. നമ്മളത് ശ്രദ്ധിച്ചാൽ ഇനിയും തൊട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് മനസ്സിലാക്കും. യോഹന്നാൻ്റെ 6:53 യേശു അവരോട് പറഞ്ഞത്, വേറെ ആരുമല്ല, യേശു തന്നെ പറഞ്ഞതാണ്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. അപ്പോൾ എന്താണ് ജീവൻ? പുറമേ നമ്മൾ നടക്കുന്നവരോടാണ് ദൈവം പറയുന്നത്. ഉള്ളിൽ ജീവൻ വരണമെങ്കിൽ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും വേണം. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയല്ലേ. അതിനകത്തൊട്ടും നമുക്ക് സംശയം പോലും വരണ്ട. അതുപോലെ സിമ്പിളായിട്ട് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. എന്നിട്ട് പിന്നെന്താ പറയുന്നത്? അവന് നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവും. അപ്പോൾ യഥാർത്ഥ ഭക്ഷണവും യഥാർത്ഥ പാനീയവും കർത്താവിൻ്റെ തന്നെ തിരുശരീരവും തിരുരക്തവുമാണ്. അത് വ്യക്തമായിട്ട് കർത്താവ്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിന് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ദൈവം നമ്മളിൽ വസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ തിരുശരീരം തിരുരക്തം നമ്മൾ ഉൾക്കൊള്ളുകയാണ്. ഇത് കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് പഠിപ്പിച്ച കാര്യമാണ്. അതിനകത്ത് നമ്മൾ ചോദ്യം ചെയ്തിട്ട് ഇത് അങ്ങനെയാണെന്നൊന്നും വിധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തിനെ ഒത്തിരി അങ്ങ് വിധിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് അവകാശമില്ല, പക്ഷെ നമ്മൾ ചെയ്യുമങ്ങ്. പക്ഷേ കർത്താവ് പറയുന്നത്, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണമാണ്, ഇത് എൻ്റെ രക്തം സാക്ഷാൽ പാനീയം. എൻ്റെ മാംസം തിന്നി എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അപ്പോൾ പിതാവിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്, പിതാവിൻ്റെ ജീവനാണ് എന്നിലുള്ളത്. അപ്പോൾ എന്നെ തിന്നുകയാണെങ്കിൽ എൻ്റെ ജീവൻ നിങ്ങളിൽ വരുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, മോശയുടെ കാലത്ത് മന്ന കൊടുത്തത് ഞാൻ തന്നെയാണ്, എൻ്റെ ശരീരമായിരുന്നത്.
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. അവൻ കഫർന്നഹൂമിൽ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് ഇത് പറഞ്ഞു. അപ്പോൾ ദൈവം തമ്പുരാൻ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന ജീവൻ്റെ അപ്പവും ജീവൻ്റെ വെള്ളവുമാകുന്നു. അപ്പോൾ ഈ ജീവൻ്റെ വെള്ളം തൻ്റെ രക്തം തരുന്നതും അപ്പച്ചൻ ക്രിസ്തുവിൻ്റെ തന്നെ ശരീരം നമുക്ക് ഭക്ഷിക്കാൻ ഭക്ഷണമായിട്ട് തന്ന വേറെ ഒരാളില്ല. നമ്മൾ കർത്താവിനെക്കുറിച്ച് അവൻ്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം എല്ലാ ദൈവങ്ങളെന്ന് പറയുന്നതും അവർ മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ദൈവം ഇങ്ങോട്ട് തരികയാണ് അവൻ്റെ ജീവന്. അങ്ങനെ ഒരു ദൈവത്തെ ആർക്കും ഉൾക്കൊള്ളാൻ വയ്യാത്ത എന്താ? നമ്മളിലുള്ള ജഡമല്ലേ. ഞാനെന്ന ഭാവം മരിക്കുമ്പം ഈ ആത്മാവ് പ്രവർത്തിക്കത്തില്ലേ? എന്തിനാണ് ആത്മാവിനെ നമുക്ക് തിരിച്ചു തരുന്നത്? നമ്മൾ ഈ കാണുന്ന ഈ വേർഷൻ അല്ല നമ്മുടെ യഥാർത്ഥ വേർഷൻ. യഥാർത്ഥത്തിൽ നമുക്ക് ഇറ്റേണലായിട്ട് എന്നേക്കും ജീവിക്കുന്ന ഒരു ആത്മാവിനെ തന്നിരിക്കുന്നത്. അത് ജീവിപ്പിക്കാനാണ് ദൈവം ആഗ്രഹിക്കുക. അതിനെതിരായിട്ട് തെറ്റായ ഉപദേശങ്ങൾ പലതും വരുമ്പം അതിൻ്റെ പുറകെ പോകരുത്. ഇത് തന്നെ നമ്മൾ ഇത് മെയിൻ ലൈൻ ചർച്ച എന്നാൽ നമ്മുടെ കൊരിന്ത്യറിനകത്ത് കൊരിന്ത്യർ 11 അധ്യായത്തിൽ വ്യക്തമായിട്ടും പൗലോസ് എന്താ ഇതിനെക്കുറിച്ച് അതാണ് മറ്റ് സഭകൾ എടുക്കുന്നത്. അപ്പം ഏത് സഭ ഏതെടുക്കുന്നു എന്നുള്ളതല്ല, രണ്ടും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്തിനാണ് ഒരാൾ എടുക്കുന്നവർ മറ്റവരെ കുറ്റം പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കുറ്റം പറയാതെ ജീവിക്കണമെങ്കിൽ ആത്മാവ് തീകത്തണം. ആത്മാവ് തീകത്തുന്നതിന് ഒരിക്കലും വേറൊരാളുടെ കുറ്റം പറയത്തില്ല, പറഞ്ഞേണ്ട ആവശ്യമില്ല. ക്രിസ്തു പോലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ ഒരേ വിശ്വാസമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് കേസുണ്ടാക്കി നടക്കുന്നത് വളരെ വളരെ ലജ്ജാകരമായ അവസ്ഥയാണ്. പൗലോസ് എഴുതിയിരിക്കുകയാണ് 1 കൊരിന്ത്യർ 11:23, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തു എന്തെന്നാൽ കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിച്ച ശേഷം പാനപാത്രം എടുത്ത് ആ പാനപാത്രം എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമം, ഇത് പുതിയ നിയമമാണെന്ന് പറഞ്ഞു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങളിത് അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുമ്പോൾ ചെയ്യുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോൾ അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ദൈവത്തിന് വളരെ നിർബന്ധം. പൗലോസ് ഈ ഭാഗമാണ് എടുത്തിരിക്കുന്നത്. മെയിൻ ലൈൻ ചർച്ചസ് യോഹന്നാൻ്റെ സുവിശേഷം യേശു ക്രിസ്തു പറഞ്ഞ ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനാണ് വലുതെന്നും പറഞ്ഞുകൊണ്ട് വലിച്ചു കയറേണ്ട യാതൊരു ആവശ്യമില്ല. വിശ്വാസ വീരന്മാരായിട്ട് നിന്ന് നമ്മുടെ വചനം, ഏത് വചനമാണ് നമ്മുടെ ഹൃദയത്തിൽ ആത്മാവ് തൊടിയിപ്പിക്കുന്നത് അത് ജീവൻ വെപ്പിച്ച് അതിൽ ഉറച്ചു നിൽക്കുക. ആ ജീവനുള്ള ദൈവത്തെ വിളിച്ചു വരുത്തുക. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കാൻ തയ്യാറായിട്ട് മുമ്പിൽ നിൽക്കുക. യേശുവിൻ്റെ വാക്കുകൾ നമ്മൾ മറുക്കുന്നു എങ്കിൽ പിന്നെ നമ്മൾ ആരുടെ വാക്കുകളാണ് കേൾക്കുന്നത്? യേശുവിനെ വിശ്വസിക്കാത്ത ഒരു ജനം നമ്മുടെ കൂട്ടത്തിലുണ്ടാകരുത്. ശരി, അവിശ്വാസികൾ, ജാതികൾ അത് വേറെ. പക്ഷെ വിശ്വാസികളുടെ ഇടയിൽ പിശാച് കയറി കളിച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ തലയിൽ നിന്ന് തെറിച്ചു പോകട്ടെ. ദുഷ്ടശക്തികൾ അടുത്ത തലമുറകളുമേ കളിക്കുന്നത് ദൈവത്തിൻ്റെ സമ്മുഖദൂതൻ, പ്രധാന ദൂതൻ കടന്നു വന്നിട്ട് ദുഷ്ടൻ്റെ തല തെറിപ്പിച്ച്, അതായത് കർത്താവ് പറയുന്നുണ്ടല്ലോ, അതായത് രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിപ്പൊടർന്ന് നശിപ്പിച്ച ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മളൊരു വചനം അയച്ചാൽ അത് പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല. എങ്ങനെയാണേലും ഈ ദൈവത്തിൻ്റെ ആലയ്ക്കകത്തോട്ട് കടന്നു വരട്ടെ. ക്രിസ്തുവിൻ്റെ മക്കളായിട്ട് ജീവിക്കുക. ആ മഹാപദവി ഉണ്ടെങ്കിൽ എന്നേക്കും ജീവിക്കുന്ന പദവി. അപ്പോൾ നമ്മൾ ഓർക്കണം, മരിച്ചു കഴിഞ്ഞിട്ടുള്ള എന്നേക്കും ജീവനെക്കുറിച്ചല്ല ഞാനീ പറയുന്നത്. ഇപ്പോൾ ക്രിസ്തുവിലാണെങ്കിൽ നിനക്ക് നിത്യമായ ജീവൻ കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഈ ശരീരം, പുറമേ ശരീരം ഒരു വസ്ത്രമാണ്, അതഴിഞ്ഞു പോകും. അതഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ നേരെ ആത്മാവ് സ്വർഗത്തോട് ചേരും. ടു ബി ആബ്സെൻറ്റ് ഫ്രം ദ ബോഡി ഈസ് ടു ബി പ്രസൻറ്റ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലായി മാറുകയാണ്. അങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ വെച്ച് തന്നെ നിത്യമായ ജീവൻ്റെ ഉടമസ്ഥരാണ്. ഈ സത്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് എഴുതിയിട്ടും നമ്മുടെ ആത്മാവ് പഠിപ്പിച്ചിട്ടും നമ്മുടെ ജഡം കൊണ്ട് അതിനെ നിരസിക്കുന്നുവെങ്കിൽ കഷ്ടം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ തലമുറ മുതൽ ദൈവത്തിൻ്റെ ജീവൻ വളരട്ടെ. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ജീവനുള്ള ദൈവത്തെ കണ്ടുകൊണ്ട് ആരാധിച്ച് മുൻപോട്ട് പോകാം. തലമുറ ഐശ്വര്യം അയക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
അതാ ജീവൻ്റെ അപ്പം നീയാണെന്നും ജീവൻ്റെ രക്തം ജീവൻ്റെ പാനീയമായിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നീയാണെന്നും മോശയ്ക്ക് ഇസ്രായേൽ ജനതയ്ക്ക് മരുഭൂമി വെച്ച് 40 വർഷം അവർക്ക് ഭക്ഷിക്കേണ്ടത് മന്ന കൊടുത്തതും എല്ലാം നീ തന്നെയാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവിൻ്റെ വചനം ഞങ്ങൾക്ക് ജീവനായിട്ട് നിൽക്കുമ്പോൾ പുതിയ നിയമവും പഴയ നിയമവും ഒന്നായിട്ട് കണ്ടുകൊണ്ട് കർത്താവെ നിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ എന്തൊക്കെയോ സത്യങ്ങൾ മനസ്സിലാക്കുന്നത് ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ജീവനുള്ള ആത്മാവ് ഞങ്ങളിൽ വ്യാപരിച്ചേ പറ്റൂ കർത്താവ്. മരിച്ചവരെ പോലെ ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് പറയുന്നുള്ളൂ, എൻ്റെ ഭക്ഷണം എൻ്റെ ശരീരം കഴിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനിൽ ജീവനുണ്ട്. അത് നിത്യജീവൻ. അതില്ലാത്തവന് ജീവനില്ല. അവർ ഈ ഭൂമിയിൽ ജീവിക്കും, പക്ഷേ മരിച്ചു കഴിയുമ്പോൾ നേരെ അതാവെ പാതാളത്തിലേക്ക് പോകേണ്ട ഒരു ഗതികേടുണ്ട്. അതവർ മനസ്സിലാക്കാതിരിക്കുന്ന ഞങ്ങൾ പറഞ്ഞു കൊടുക്കാഞ്ഞിട്ടാണെങ്കിൽ വചനം ചെല്ലുന്ന ഓരോ ഭവനങ്ങളിൽ ഇത് കണ്ടിട്ട് വളരെ വ്യക്തമായിട്ടും ദൈവം പറയുന്നു, എന്നിൽ കൂടെയാണ് നിത്യമായ ജീവൻ. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ആ സത്യ വെളിച്ചത്തെ ഇല്ലാതാക്കാൻ നോക്കുന്ന ശക്തികളെ നീ തന്നെ യുദ്ധം ചെയ്ത് മാറ്റിത്തരണം. ഞങ്ങളുടെ തലമുറകളോട് കുടുംബങ്ങളോട് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേലെ നിൻ്റെ ആത്മാവ് ജയമെടുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. നാഥൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ യുദ്ധം ജയിച്ചു കഴിഞ്ഞല്ലോ. ഞങ്ങൾ ലോകത്തെ ജയിച്ചവരെന്ന് അവിടുന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങളെ ജയിപ്പിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്തു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.